ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹൈറൈഡർ ഹൈബ്രിഡ്, അതായത് ഹൈബ്രിഡിൻ്റെ ഫുൾ ഓപ്ഷൻ വി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഇൻറ്റീരിയർ പരിചയപ്പെടുത്താനാണ്. ഇതാണ് നമ്മളെ ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്റ്റിയറിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ലെതർ റാപ്പ് കൊണ്ട് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ. നല്ല എന്താ പറയുക, കംഫേർട്ടാണ്. ഡ്രൈവും കുറച്ച് ഹോൾഡ് ചെയ്യാനൊക്കെ കുറച്ച് സ്മൂത്താണ്. എന്താ പറയുക, കുറച്ച് പെർഫെക്റ്റാണ്. അതായത് വളരെ സ്മൂത്തായൊരു സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ കൺട്രോൾസ്, നമ്മൾ മോഡ് മാറ്റാനുള്ള കൺട്രോൾസ്, വോളിയം കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ, അതിൻ്റെ ഓപ്ഷൻസ്, പ്ലസ് ഓഡിയോ എന്താ പറയുക കോളിങ്ങിൻ്റെ കൺട്രോൾസ്. ഇതാണ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇത്രയാണ് സ്റ്റിയറിങ്ങിൽ വരുന്നത്. ഈ ഒരു ലെതർ ഫിനിഷിങ് നമുക്ക് ഫുൾ ഓപ്ഷനിലാണ് വരുള്ളൂ. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല ഫീൽ ഗുഡായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ പുഷ് ബട്ടൺ വരുന്നുണ്ട്. പുഷ് ബട്ടൺ നമുക്ക് ബേസ് മോഡിലോട്ടേ വരുന്നുണ്ട്. പിന്നെ നമ്മൾ 360 ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്വിച്ചാണ്. HUD എന്ന് എഴുതിയത് ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ ഓപ്ഷനാണ്. നമുക്ക് എന്താ പറയുക, ഹെഡ് അപ്പ് ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഈ രണ്ടെണ്ണം വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒരു ലെതറിൻ്റെ ഫിനിഷിങ് വരുന്നുണ്ട്. പിന്നെ AC വെൻറ്റിൻ്റെ ആണെങ്കിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് AC വെൻറ്റിൽ വരുന്നുണ്ട്. ഡോർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അൺലോക്ക് ചെയ്യുന്ന ഇത് വരുന്നത് ഒരു ക്രോം ഫിനിഷിങ്ങിലാണ്. പിന്നെ ഈ സൈഡിൽ കൂടെയൊക്കെ ലെതറിൻ്റെ ഫിനിഷിംഗ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ലെതറിൻ്റെ ഫിനിഷിംഗാണ് വരുന്നത് ഡോറിൽ. പിന്നെ മിറർ, അതായത് ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ഫോൾഡ് ചെയ്യാനുള്ളത്, പിന്നെ വിൻഡോൻ്റെത്, ഡോർ അൺലോക്കിൻ്റെത്, പിന്നെ 4 ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ചസ്. ഇവിടെയൊക്കെ ലെതർ ഫിനിഷിംഗ് കേട്ടോ. അതിൻ്റെ സീറ്റിൻ്റെ ഡോറിൻ്റെ സൈഡിൽ കൂടെ വരുന്നത് ഇവിടെയൊക്കെ ലെതർ ഫിനിഷിംഗ് ആണ്. പിന്നെ അവിടെ നമുക്ക് ഹോൾഡിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡറൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ 360 ക്യാമറ സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീനാണിത്. പിന്നെ AC വെൻറ്റ്, ഇവിടെയൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് വരുന്നുണ്ട്. പിന്നെ സാഡിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC ഓട്ടോമാറ്റിക്കാണ്. ഇതാണ് ഓട്ടോമാറ്റിക്കിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട്. ബാറ്ററി ഇല്ല വണ്ടിയിൽ, ഉണ്ട്, ഞാൻ കാണിച്ചു തരുമായിരുന്നു. ഇത് വയർലെസ് ചാർജറിൻ്റെ സ്പേസാണ്. വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷനാണ്. നമുക്ക് ഇൻഡിക്കേഷൻസും വരുന്നുണ്ട് ചാർജിങ്ങിൻ്റെ. പിന്നെ ഗിയർ ബോക്സ്, നമുക്കുള്ള പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, B എന്നുള്ള ഓപ്ഷനും. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ EV മോഡിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. അതിൻ്റെ കൺവേർട്ടബിൾ സ്വിച്ചാണത്. ഇത് രണ്ടും സീറ്റ് വെൻറ്റിലേഷൻ്റെ ആണ്. അതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇത് വരുന്നത്. 3 ലെവലാണ് വരുന്നത് സീറ്റ് വെൻറ്റിലേഷൻ്റെ ഫാൻ സ്പീഡ് വരുന്നത്, അതായത് കൂളിംഗ് സ്പീഡ് വരുന്നത്. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ ലെതർ സീറ്റാണ്, വെൻറ്റിലേറ്റഡ് സീറ്റാണ്. ഈ സീറ്റ് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ഡ്രൈവർ സീറ്റ് എന്ന് വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഡ്രൈവിംഗ് സീറ്റ് മാത്രം നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് ഫുൾ ഓപ്ഷനിൽ വരിക. പിന്നെ ഇവിടെ നമുക്കൊരു ക്രോം ടൈപ്പ് ഒരു ഫിനിഷിംഗ് ഉണ്ട്, പ്ലസ് ലെതർ ഫിനിഷിംഗ് ആണ് ഇവിടെയൊക്കെ വരുന്നത്. അതുപോലെ ഡോർ സൈഡിലും ലെതർ ഫിനിഷിംഗ് വരുന്നുണ്ട്. പിന്നെ ആംറസ്റ്റ്, ഒരു ലെതർ ഫിനിഷിംഗ് ഉള്ളൊരു ആംറസ്റ്റാണ്. വളരെ സോഫ്റ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഡ്രൈവൊക്കെ വെച്ചാലും തൻ്റെ ഒരു പരിക്കുന്ന ടൈപ്പല്ല, സ്മൂത്താണ്. പിന്നെ അതിൽ നമുക്കൊരു സ്റ്റോറേജും വരുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഓപ്ഷൻസ്, ഇതാണ് 2 ലൈറ്റിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. പിന്നെ സൺറൂഫിൻ്റെ അഡ്ജസ്റ്റബിൾ, ഇതാണ് പാൻട്രോമിക് സൺറൂഫാണ് വരിക കേട്ടോ. ഇത്രയും വലിയൊരു സൺറൂഫാണ്. കാണിച്ചു തരായിരുന്നു. ഇതിൽ ബാറ്ററി കണക്ഷൻ പോയതുകൊണ്ട് ഓണാക്കാൻ പറ്റില്ല. പിന്നെ നമുക്കുള്ള ഈ ഒരു ഓപ്ഷൻസ് ഓൾറെഡി എല്ലാത്തിലും വരുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റും കൂടെ അഡീഷണലി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു AC വെൻറ്റ് വരുന്നുണ്ട്, പ്ലസ് നമുക്ക് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു സൺഷെയ്ഡ് വരുന്നുണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് ഹോൾഡ് ചെയ്യാനും ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു സണ്ണിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ലെതർ ഫിനിഷിങ് വരുന്നുണ്ട്. പിയാനോ ബ്ലാക്കിലാണ് നമുക്കിവിടെ ഫിനിഷിങ് വരുന്നത് കേട്ടോ. ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹൈറൈഡർ ഫുൾ ഓപ്ഷൻ വി ഹൈബ്രിഡിൽ വരുന്ന ഫീച്ചേഴ്സ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് നമുക്ക് നോർമൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. നമുക്കിതിപ്പോൾ നോർമൽ നിയോ ഡ്രൈവ് ആകുമ്പോൾ ഇവിടെ നമുക്ക് ബട്ടണാണ് വരിക. ഹൈബ്രിഡിൽ നോർമൽ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ് വരുന്നത്.